വാസിക്കലാം. യോഹന്നാന്റെ സുവിശേഷം യോവാൻ സുവിശേഷം 19-ാം അധ്യായം 19-ാം അധികാരം അതിന്റെ 30-ാമത്തെ തിരുവചനം. അതിന്റെ 30-வது വசനം. ഇതുകൊണ്ട് ഇന്നത് കേട്ടിട്ട് ഇറങ്ങാവോ? இதை கேட்டுதான் நீங்க போக வேண்டும். യോഹന്നാൻ 19:30 വായിച്ചാട്ട് മോളെ. இயேசு காடியை வாங்கின பின்பு முடிந்ததே என்று சொல்லி தலையை சாய்த்து ஆவியை ஒப்பு கொடுத்தார். സകലതും നിവർത്തിയായി. കരമുയർത്തിയാട്ടെ. കരങ്ങളെ ഉയർത്തി സന്തോഷമായി. ഹല്ലേലൂയ. എല്ലാം முடிந்தது. ഇനി ഒരു കുടുംബത്തിന് വേണ്ടി ആടറക്കണ്ട. ഇനി ഒരു കുടുംബത്തിற்காய் ആട് അടിക്കപ്പെട വേണ്ട. ഒരു കൂട്ടത്തിന് വേണ്ടി ഒരു ആടറക്കണ്ട. ഒരു കൂട്ടത്തിற்காய் ആട് അടിക്കപ്പെട വേണ്ട. തലമുറയ്ക്ക് വേണ്ടി ആടറക്കണ്ട. ഒരു പിള്ളയ്ക്കായി ആട് അടിക്കപ്പെട വേണ്ട. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, എല്ലാ പാപത്തിനുடைய പരിഹാരത്തിற்காய் സാക്ഷാൽ മെയ്யான നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. നമ്മുടെ ആട്ടുകുട്ടിയാണവർ അടിക്കപ്പെട്ടു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇന്നിൽ 2000 ആണ്ടുകൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ, കൽവാരി സിലുവൈ മരണത്തിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ, വാനത്തിற்கும் ഭൂമിക്കും നടുവായി, രണ്ട് കള്ളന്മാരുടെ നടുവിൽ, രണ്ട് കള്ളர்கள் മധ്യയില് ആകാശവിധാനങ്ങൾ മാറി. ആമേൻ. വാനങ്ങൾ മാറി പോനത്, ഇരുട്ട് വ്യാപരിക്കുമ്പോൾ, ഇരുൾ സൂഴ്ന്നു കൊണ്ടത്, അതിന്റെ നടുവില്, അതற்கு നടുവിലേയും നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. നമ്മുടെ പസ്ക ആട്ടുകുട്ടി അടിക്കപ്പെട്ടു. അവസാനത്തിങ്കൽ സൈന്യാധിപന്റെ കയ്യിൽ നിന്ന് കുന്തം സേനാധിപതിൻ കയ്യിലുള്ള യേശുവിന്റെ ചങ്കിനകത്ത് വീണപ്പോൾ, യേശുവിന്റെ ഹൃദയത്തെ തുളൈത്തപോது അതിന്റെ ചങ്കിൽ നിന്ന് അവസാന തുള്ളി രക്തവും ഒഴുകി. അവരുടെ ഹൃദയത്തിൽ നിന്ന് കടൈസി തുള്ളി രക്തവും വെളിயே വന്നത്. കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി, இந்த ഗിലിയാദ് കൺവെൻഷനിன் കടൈசி നാൾ രാത്രിയിലെ, ഇന്ന് പ്രഭാതത്തിലെ ശുശ്രൂഷയിൽ പറയടാ. ആമേൻ. இந்த காலை நேர ஊழியத்தில் நீங்கள் சொல்ல வேண்டும். ഇന്ന് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലുമല്ല, ആമേൻ. ഇത് നിലക്കാൽകളിലെ മേൽച്ചട്ടങ്ങളിലേയും അല്ല. എന്റെ ജീവിതത്തെ യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. എന്റെ வாழ்க்கையை യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട വേണ്ടമേ. എന്റെ തലമുറകളെ ഇന്ന് പകൽ യേശുവിന്റെ രക്തത്താൽ കഴുകട്ടെ. എന്റെ പിള്ളകളെ இந்த യേശുവിന്റെ രക്തം കഴുകட்டும். ഇന്ന് പകൽ എന്റെ പട്ടണത്തെ യേശുവിന്റെ രക്തത്താൽ കഴുകട്ടെ. இன்னைக்கு பகல் എന്റെ പട്ടണത്തെ യേശുവിന്റെ രക്തം കഴുകட்டும். ഇന്ന് പകൽ യേശുവിന്റെ രക്തത്താൽ എന്റെ ശാപ വിഷയങ്ങളിൽ ഒരു കഴുകൽ വരട്ടെ. இன்னைக்கு യേശുവിന്റെ രക്തത്താൽ എന്റെ ശാപ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരട്ടെ. ഇന്ന് പകൽ രോഗ വിഷയത്തിനകത്ത് യേശുവിന്റെ കരം, അവന്റെ രക്തം ഇറങ്ങട്ടെ. ആമേൻ. വ്യാധിயின் കാര്യങ്ങൾക്ക് മധ്യയിലെ യേശുവിന്റെ രക്തത്തിൻ വല്ലമൈ ഇറങ്ങട്ടെ. പിറ്റേന്നാൾ യേശു പോകുന്നത് കണ്ടിട്ട്, അടുത്ത നാൾ യേശു പോകறதை பார்த்து യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, யோவான் சொல்லுகிறார், ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. இதோ உலகத்தின் பாவத்தை சுமந்து தீர்க்கிற தேவ ஆட்டுக்குட்டி. ഇന്ന് പകലിൽ വചനം കേൾക്കുന്ന മീഡിയയിൽ ലോകരാജ്യങ്ങൾ കേൾക്കുന്ന മക്കളെ, இன்னைக்கு மீடியா மூலமாய் உலக நாடுகளில் இந்த செய்தியை கேட்கிற தேவ பிள்ளையே, പുണ്യ സ്ഥലങ്ങൾ തേടണ്ട. நீ புண்ணிய இடங்களை தேட வேண்டாம். സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട. காணிக்கைகளை கொடுத்து அல்ல. ഉരുളലുകൾ നടത്തണ്ട. உருண்டு நேர்ச்சைகளை செய்தல்ல. നേർച്ച കാഴ്ചകളെ കൊടുക്കണ്ട. எந்த நேர்ச்சை காட்சிகளை கொடுத்தல்ல. കാൽവരിയിലേക്ക് മടങ്ങി വാ. கல்வாரியில திரும்பி வா. ടെറ്റലസ്റ്റായി, നിവർത്തിയായി. ആമേൻ. എല്ലാം முடிந்தது என்று சொல்லி, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, എല്ലാ പാപത്തിൻ പരിഹാരത്തിற்காக നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. നമ്മുടെ ആട്ടുകുട്ടിയാണവർ അടിക്കപ്പെട്ടാർ. കാൽവരി ക്രൂശീകരണം കൊണ്ട് എന്ത് ലഭിച്ചു? കൽവാരി സിലുവൈயின் മരണത്തിനാൽ என்ன கிடைக்கும்? ഇവിടെ ആ പ്രസംഗം എല്ലാവരും അങ്ങ് നിർത്തും. இங்கே அந்த பிரசங்கத்தை எல்லாரும் முடிப்பார்கள். അതിന്റെ ഇടയ്ക്ക് அதற்கு நடுவிலே 5 കോടതികൾ, 5 നീതിമன்றങ്ങൾ. നമ്പർ 1 പള്ളി പ്രമാണി, 1 ജബാലെ തലവൻ കയ്യാഫാവ്, കായ്ബ, 3 ഹന്നാസ്, അന്നാവുടെ അരൺമனை, റോമിന്റെ 2 കൈസർമാരുണ്ട്. റോമുടെ 2 രായൻകളുണ്ട്. ഒന്ന് ഏദോമിന്റെ കൈസറായിരിക്കുന്ന ഹേരോദാവ്, 1 ഏദോം പട്ടണത്തിൽ ഇരിക്കக்கூடிய ഏരോദ്, 2 പീലാത്തോസ്. இன்னொன்று பிலாத்து. ആദ്യ ഹേരോദാവിന്റെ അടുത്ത് കൊണ്ടുപോയി. முதலாவது ஏரோதினிடத்தில் கொண்டு അവൻ போனார்கள். പറഞ്ഞു, എന്റെ ശിക്ഷയല്ല. അവൻ சொன்னான், என்னுடைய தண்டனை அல்ல. പീലാത്തോസിന്റെ അടുത്ത് കൊണ്ടുപോയി. பிலாத்துனிடத்தில் கொண்டு போங்க. തിരിച്ചു വീണ്ടും യേശുവിനെ കൊണ്ടുവന്നു. பின்பு திரும்ப இயேசுவை கொண்டு வந்தார்கள். ഹേരോദാവിന്റെ സന്ദേശം എന്തുവെന്നറിയോ? ஏரோது சொல்லுகிறது என்ன தெரியுமா? യേശു വരുന്നത് കേട്ട് വല്ല അത്ഭുതം ചെയ്യാൻ പോവാന്ന് വിചാരിച്ചു. இயேசு வந்தால் ஏதாவது அற்புதத்தை செய்வார் என்று. ഇവൻ അത്ഭുതത്തെ കാത്തിരുന്നു. இவன் அற்புதத்தை காத்திருந்தான். യേശു എന്ത് ചെയ്തു? യേശു என்ன செய்தார்? യെശയ്യാ പ്രവചനം 53 പറയുന്നത് പോലെ, ஏசாயா 53 சொல்லுகிறது போல, രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ അവൻ ഇരുന്നു. மயிர் கத்திரிக்கிறவர்கள் முன்பாக சத்தமிடாத இருக்கிற ஆட்டை போல் இருந்தார். അവനൊന്നും മിണ്ടിയില്ല. அவர் எதுவும் சொல்லவில்லை. അന്ന് ഹേരോദാവ് ഒരു വിധി എഴുതി. அன்று ஏரோது ஒரு விதி எழுதினார். യേശു ഈ ശിക്ഷ ഞാൻ എഴുതുന്നില്ല. இந்த தண்டனையை நான் கொடுக்கவில்லை. മാസ്റ്റർ, ഈ ഹേരോദാവും പീലാത്തോസും തമ്മിൽ ഒരു സെൽഫോണിൽ പോലും സംസാരിക്കത്തില്ല. ഏരോദും പിലാത്തും ഒരു ഫോണിലെ ദൂരത്തിൽ കൂടെ പേസിക്കൊള്ള മാട്ടാங்க. യേശു ഈ 2 നീതിപീഠത്തിൽ കയറി ഇറങ്ങിയപ്പോൾ, യേശു ഇവர்கள் 2 നീതിമன்றങ്ങളിൽ ഏറി ഇറങ്ങിയ പോது അവരുടെ ശത്രുത്വം അവിടെ അവസാനിച്ചു. ആരും ഇത് പ്രസംഗിക്കുന്നില്ല. അവர்கள் 2 പേർക്ക് നടുവിൽ ഉള്ള அந்த പിണക്കം ചണ്ടை മാറി പോனது. ഇന്ന് പകൽ വിളിച്ചു പറയണ, യേശു എന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്നാൽ ശത്രുത്വം അവസാനിക്കും. இன்னைக்கு பகல்ல நீங்கள் விசுவாசத்தோட சொல்லுங்க, இயேசு என்னுடைய
குடும்பத்துல வந்தா அங்க சண்டைகள் மாறும். അവിടെ കൺവെൻഷൻ അല്ല നടന്നത്. அங்கே நடந்தது கன்வென்ஷன் அல்ல. കരിസ്മ ക്രൂസൈഡ് അല്ല നടന്നത്. அங்கே பெரிய கூட்டம் வெளிக்கூட்டம் அல்ல நடந்தது. ന്യായാധിപതിമാരുടെ മുൻപിൽ ഒന്നും ചെയ്യാതെ എൻ്റെ യേശു നിന്നപ്പോൾ അവരുടെ ചണ്ട അവിടെ അവസാനിച്ചു. ரெண்டு நியாயாதிபதிகளுக்கு முன்னால இயேசு போனபோது அவர்களுக்கு இடையில் இருந்த சண்டை முடிந்தது. ബൈബിളിനകത്തുണ്ടോ? இது பைபிள்ல உண்டா? നിങ്ങൾ ഇതെല്ലാം പഠിക്കണം. நீங்க இதெல்லாம் கற்றுக்கொள்ளுங்க. പ്രസംഗിക്കാറില്ല. யாரும் இதை பிரசங்கிக்கிறது இல்ல. ലൂക്കോസിന്റെ സുവിശേഷം லூக்கா சுவிசேஷம் 23-ാം അധ്യായം 23வது அதிகாரம் 12ാമത് വചനം. 12வது வசனம். ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 2 വായിച്ചാട്ടെ. 12 ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 12. ലൂക്കോസ് 13 21 12. മുന്നേ ഒരുവരുക്കൊരുവർ പகைவராயிருந்த പിലാത്തുവും. അതൊന്ന് കണ്ടോ? ആ കുഞ്ഞു വായിക്കുന്ന തമിഴ് ബൈബിൾ എത്ര പേരെടുത്ത്? രണ്ടുപേരും പകയായിരുന്നു മുമ്പേ. ഒന്നുകൂടെ വായിച്ചിട്ട് മോളെ. മുന്നേ ഒരുവരുക്കൊരുവർ പகைவராயிருந்த പിലാത്തുവും അടുത്തത് ഹേരോദും അന്നേ ദിനം സ്നേഹിതരാനാர்கள். ദാ കിടക്കുന്നു. ഇതിന്റെ പേരാ കാൽവറിയിലെ സ്നേഹം. മിണ്ടുന്നില്ലല്ലോ. இதனுடைய பேர் தான் கல்வாரியின் அன்பு. രണ്ടുപേരും ഓരോ ദേശത്തിന്റെ ഭരണാധികാരികൾ. ரெண்டு பேரும் ஒவ்வொரு தேசத்தினுடைய ஆட்சியாளர்கள். ഹേരോദാവ് ഏദോമിന്റെ രാജാവായി റോമിന്റെ ഭരണത്തിനകത്ത്. ஆமென். ரோமனுடைய ஆட்சிக்கு கீழே ஏரோது ஏதோமுடைய ராஜாவாய் இருக்கிறார். പീലാത്തോസ് കൈസർ. பிலாத்து ஆளுநராய் இருக்கிறார். ഇവർ രണ്ടുപേരും ആരും മധ്യസ്ഥം നിന്നില്ല. இவர்களுக்கு ரெண்டு பேருக்கு இடையில யாரும் மத்தியஸ்தர்களாய் இருக்கவில்லை. യേശു രണ്ട് നീതിപീഠത്തിനകത്ത് കയറിയപ്പോൾ ரெண்டு பேருடைய அரண்மனைக்குள்ளேயும் இயேசு ஏறின போது അവർ സ്നേഹിതരായി തീർന്നു. அவர்கள் ரெண்டு பேரும் சிநேகிதர்களானார்கள். റിലേഷൻഷിപ്പ് ഇൻ ഗോൽഗോത്ത. ஆமென். உள்ளான ஒரு உறவு கொல்கோதாவில் ஏற்படுத்தப்பட்டது. ക്രിസ്തുവിന്റെ സ്നേഹം. ஆமென். அதுதான் கிறிஸ்துவின் அன்பு. ഒരു മധ്യസ്ഥരും വേണ്ട. ஆமென். எந்த மத்தியஸ்தரும் தேவையில்லை. ഇന്ന് പകൽ ഗിലെയാദിൽ വിളിച്ചു പറയണം. இன்னைக்கு പകல்ல கீலியாத்துல சொல்ல வேண்டும். എന്റെ മധ്യസ്ഥത എന്റെ യേശുവിന്റെ കയ്യിൽ. ஆமென். எனக்கு நடுவாய் நிற்கிறது மத்தியஸ்த இயேசுவினுடைய கரங்களில் இருக்கிறது. രണ്ടാമത്തെ പ്രവചനം. இரண்டாவது தீர்க்கதரிசனம். കുഞ്ഞ് മാർക്കോസ് വായിച്ചില്ലേ? മാർക്കോസ് സുവിശേഷത്തിൽ വാസിத்தது போல കുറേനക്കാരനായ ആരെ? അലക്സാണ്ടറിന്റെ റൂഫോസിന്റെയും അപ്പൻ. സിരേന ഊരാനാകിയ റൂബിനുடைய അലക്സാണ്ടറുடைய തകപ്പൻ. കുറേനക്കാരൻ ശീമോൻ ആരാണെന്ന് അറിയാമോ? നിലത്തിലെ കൂലിപ്പണിക്കാരൻ, വയലിലെ കൂലിപ്പണിക്കാരൻ. இந்த சிரேனா ஊரானாகிய சீமோன் கூலி வேலை வயல்ல செய்கிறவன். அவன் ஆராய்? அவന്റെ மக்கள் ஆராய்? அவனுடைய பிள்ளைகள் யாராக மாறினார்கள்? ஆராய்? யாராக மாறினார்கள்? ஒருவன் மிஷனரியாய். ஒருவன் மிஷனரியாக மாறினான். ஒருவன் கவர்னராய். இன்னொருவன் ஆளுநர் கவர்னராக மாறினான். ബൈബിളിൽ ഉണ്ടോ? ഇത് ബൈബിളിൽ ഉണ്ടോ? യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. യേശുവിന്റെ സിലുവை മരണം முடித்து കാലങ്ങൾ മാറി. നാட்கள் പോனது. റോമിലെ സുവിശേഷത്തിന് വേണ്ടി റോമിലെ സുവിശേഷത്തിற்காய் ആര് പോയി? പൗലോസ് പോയി. പൗൽ അപ്പോസ്തലൻ പോனார். അപ്പൊ അവിടെ ഒരു വല്യമ്മ ഇരിക്കുന്ന കറുത്ത വല്യമ്മ. அப்ப அங்க ஒரு கருத்த ஒரு தாய் இருக்கிறார்கள். അപ്പോൾ പൗലോസ് പറഞ്ഞുണ്ട്. அப்ப பவுல் சொல்லுகிறார். വായിക്കാം. ഇതാ ക്രൂശീകരണത്തിന്റെ അനുഗ്രഹം. റോമാലേഖനം வாசிக்கலாம். ரோமர் நிருபம் 16-ാം അധ്യായം 14வது அதிகாரம் 13-ാം വാക്യം. 13வது வசனம். ബൈബിൾ ഉള്ളവർ തുറന്നാട്ടെ. റോമാലേഖനം 16:13. ரோமர் 16:13. கர்த்தருக்குள் தெரிந்து கொள்ளப்பட்ட ரூபையும் കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനും അവന്റെ எனக்கும் തായാகிയ അവന്റെ എന്റെ അമ്മയ്ക്ക് அவனுடைய தாயையும் வாழ்த்துங்கள். വന്ദനം ചൊല്ലുവീൻ. കുഞ്ഞ് നേരത്തെ വായിച്ച വല്ലവർക്കും ഓർമ്മയുണ്ടോ? മർക്കോസ് 13 വായിച്ചായിരുന്നില്ലയോ? മാർക്ക് 13 വാസിച്ചത് ஞாபகம் இருக்கா? വയലിൽ നിന്ന് കടന്നു വരുന്ന റൂഫോസിന്റെ അലക്സാണ്ടറിന്റെ അപ്പനായ വയലിൽ നിന്ന് திரும்பி வருகிற ரூபனுடைய அலெக்சாந்தருடைய தகப்பனாகிய സിരേന ഊരാനാകിയ സീമോൻ. ഗഹനമായി നിങ്ങൾ കേൾക്കണം. கவனமாய் கேளுங்கள். ഒരു 5-8 മിനിറ്റ് ഞാൻ ഇപ്പം നിർത്തി തരാം. 5 நிமிடங்களுக்குள்ளார நான் முடிக்கிறேன். യേശുവിന്റെ പുറത്തൊരു ക്രൂശ്. இயேசுவின் மேல ஒரு சிலுவை. പച്ച പൈൻ മരത്തിന്റെ ക്രൂശ്. பச்சை பைன் மரத்தினால செய்யப்பட்ட சிலுவை. 39 അടികൾ ഏറ്റുവാങ്ങി. 39 അടിகளை വാങ്ങുகிறார். ഇന്ന് പകൽ இன்னைக்கு பகல்ல சொல்ல வேண்டும். യേശു തള്ളാടി നടക്കാർ. അപ്പൊ ഈ കുറേനക്കാരനായ ശീമോൻ അങ്ങനെ വന്നതൊന്നും അല്ല. ദൈവം അയച്ചു. വന്നപ്പോഴവന് പിടികിട്ടി. പക്ഷേ അവൻ ഈ ക്രൂശ് എടുക്കത്തില്ല. അവൻ സിരേന ഊരാനാകിയ സീമോനെ കർത്തരെ കൊണ്ടുവന്ന இடத்துல വന്നവൻ ക്രൂശ് എടുക്കാൻ പേടി. അവനക്ക് സിലുവ എടുക്ക ഭയം. പാസ്റ്റർ, ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. കാരണം സിലുവയിലെ தொங்குகிற எவனும் அவன் ശപിക്കപ്പെട്ടവൻ. ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. സിലുവയെ சுமக்கிறவனே ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് അവൻ ഒരു ചുട്ടിത്തോർത്ത്, നാടൻ ഭാഷ പറഞ്ഞ നല്ലൊരു കൈലിയില്ല പേശിയില്ല, ഒരു ചുട്ടിത്തോർത്ത് പിടിച്ച് നിൽക്കുക. ஆகவே இவன் வயலுக்கு போய் வருகிறது போல, நம்ம ஊர்ல சொல்லுகிறது போல ஒரு டவல் எடுத்து நிற்பான். அப்ப ക്രൂശീകരണം നടക്കണം. அப்ப സിലുവയിൽ മരണം നടக்க வேண்டும். அப்ப பெரிட்டோனியஸிന്റെ ചാട്ടവാർ അന്തരീക്ഷത്തിൽ ഉയർന്നു. அப்போ பெரிட்டோனியஸுடைய அவன் வார் அடிக்கப்படுகிற வார் அங்கே நிற்கிறது. അതാ ബൈബിൾ എഴുതിയ നിർബന്ധപൂർവം അവൻ ക്രൂശ് എടുത്തു. வேதத்துல அவன் எடுக்கும்படி அவனை வற்புறுத்தினார்கள். இப்போ ഒരു സംഭവം നടന്നു. இப்போ ஒரு சம்பவம் நடந்தது. എന്തോ ചെയ്തെന്ന് അറിയാമോ? என்ன செய்தான் தெரியுமா? ഈ യേശുവിന്റെ ക്രൂശ് പച്ച പൈൻ മരം. இந்த இயேசுவுடைய சிலுவை பச்சை பைன் மரத்தை അതിന്റെ
താഴെ ഭാഗം കുറേനക്കാരൻ എടുത്തു. അവന്റെ കീഴ്പകുതിயை இந்த சீமோன் எடுத்தான். യേശുവിന്റെ രക്തം എവിടത്തേക്ക് ഒഴുകി? இயேசுவின் இரத்தம் எங்கே பாய்ந்தது? ഈ കറുത്തവന്റെ ശരീരത്തേക്ക് ഒഴുകി. இந்த கருப்பு வர்க்கத்தில்பட்டவனுடைய சரீரத்தில் பட்டது. സ്വർഗ്ഗത്തിന്റെ ക്യാമറ തുറന്നു. பரலோகத்தின் கண்கள் திறந்தது. ഉടനെ പറഞ്ഞു അവന്റെ വീടൊന്ന് കാണിക്കാൻ പറഞ്ഞു. அவனுடைய வீடை காண்பிக்க சொன்னது. കുടിക്കാരുടെ മലയാളത്തിൽ തന്നെ പറയാ. ஸ்ராயங்குடிக்காரத்தில் சொல்லுகிறேன். കൊച്ചൊരു ഓലപ്പര, ஒரு சின்ன குடிசை. പുറത്തൊരു അമ്മച്ചി ഇരുന്ന് ആഹാരം വെക്കുന്നു. அங்கே ஒரு தாய் இருந்து ஆகாரம் வைக்கிறாள். രണ്ട് കുഞ്ഞുങ്ങൾ മുറ്റത്ത് മണ്ണ് കളിക്കുന്നു. ரெண்டு பிள்ளைகள் முன்னால மண்ணில விளையாடுகிறது. സ്വർഗ്ഗം പറഞ്ഞു ദൂതന്മാരോട് എഴുതിക്കോളാൻ പറഞ്ഞു. ஆமென். பரலோகம் சொன்னது தூதரிடத்தில் அதை நோட் பண்ண சொன்னது. പ്രിയ മകന്റെ ക്രൂശ് എടുത്തവന്റെ തലമുറകളെ അനുഗ്രഹിക്കാം. என்னுடைய குமாரனுடைய சிலுவையை சுமந்தவனுடைய பிள்ளைகளை ஆசீர்வதிக்க வேண்டும். ഒരുത്തനെ ആരാ? പീലാത്തോസ് ഇരുന്ന കസേര അവനെ ഗവർണർ ആക്കാൻ പറഞ്ഞു. ഒരുവനെ പിലാത്തു ഇരുന്ന നാற்காலியில் അവനെ ഗവർണർ ആക്കിനது. തീർന്നില്ല, മറ്റവനെ ലോകത്തിലെ മിഷണറി ആക്കാൻ പറഞ്ഞു. இன்னொருவனை உலகத்திலே மிஷனரி ஆக்கினது. ഇന്ന് പകൽ വചനം കേൾക്കണം. இன்னைக்கு പകൽ വചനത്തെ കേளுங்க. കുടിക്കകത്ത് സ്രായങ്കുളിയിലെ കൂലിവേല ചെയ്യുന്ന ഒരു അപ്പന്റെ മകൻ, കൂലി വേല ചെയ്യുന്ന ഒരു തകപ്പന്റെ മകൾ കന്യാകുമാരി കളക്ടർ ആവുമോ മക്കളെ? കന്യാകുമാരി കളക്ടർ ആക முடியுമോ? സ്രായങ്കുടിയിൽ കൂലിവേല ചെയ്യുന്ന ഒരു അപ്പന്റെ മകൻ അമേരിക്ക കോൺഫറൻസിൽ പ്രസംഗിക്കുമോ? ആമേൻ. സാധാരണ കൂലി വേല ചെയ്യുന്ന ഒരു തകപ്പന്റെ മകൻ അമേരിക്കയിൽ പ്രസംഗം பண்ண முடியுമോ? അപ്പോൾ സ്വർഗ്ഗത്തിന്റെ രക്തം ഇറങ്ങിയപ്പോ ஆனால் தேவனுடைய இரத்தம் அவன் மேல் பட்டபோது തലമുറകളുടെ ഭാവിയെ മാറ്റി എഴുതിയെങ്കിൽ, പിള്ളകളുടെ എതിർകാലം മാറ്റി அமைக்கப்பட்டதென்றால் കരമടിച്ചൊന്ന് ആരാധിച്ചാട്ടെ ഹാബേലിന്റെ രക്തത്തെക്കാൾ കരങ്ങളെ തട്ടി കർത്തനെ മഹിമപ്പെടുത്തുക. ആബേലിൻ രക്തത്തെ പാർക്കിലും ഗുണകരമായി സംസാരിക്കുന്ന നന്മയാനവകളെ പേസുകിற കുറേനക്കാരന്റെ ശീമോന്റെ തലയുടെ പുറത്തേക്ക് ഇറങ്ങി വന്ന രക്തം ഗിലെയാദിന്റെ കൺവെൻഷനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. സിറിന ഊരാനായ ശീമോന്റെ കുടുംബത്തിലെ ഇറങ്ങി വന്ന രക്തത്തിൻ വല്ലമേ നമ്മുടെ കൺവെൻഷനിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വാസിக்கிறீங்க? എന്താ സംഭവം? നടന്നത് തന്നെ ഈ ക്രൂശ് എടുത്ത് അവനങ്ങ് പോയി. இந்த சிலுவையை எடுத்து அவன் போய்விட்டான். യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. இயேசுவின் சிலுவையின் மரணம் முடிந்தது. ഇവൻ പണി കഴിഞ്ഞ് വീട്ടിലെത്തി. இவன் வேலை முடித்து வீட்டுக்கு வந்தான். നാടൻ ഭാഷ പറയാ. நம்ம ஊர் பாஷையில சொன்னான். അവിടെ ചെന്നപ്പോ ഭാര്യ പുള്ളിക്കാരി ഒരു ലൈഫ് ബോയ് സോപ്പ് എടുത്ത് കൊടുത്തു. அவருடைய மனைவி ஒரு லைஃப் பாய் சோப் எடுத்து கொடுத்திருப்பான். കുളിക്കാൻ പറഞ്ഞു. குளிக்க சொல்லி இருப்பான். സാധാരണ എന്നും പണി കഴിഞ്ഞ് വയലിൽ നിന്ന് വരുമ്പോ ചേറിന്റെ മണമാ. என்னைக்கும் வயலிலிருந்து வரும்போது அந்த சேரனுடைய தொழிலுடைய வாசனை. ഒരു പ്രാവശ്യം കുളിച്ചിട്ട് മണം മാറുന്നില്ല. இப்போ ஒரு முறை குளித்து வாசனை போகவில்லை. രണ്ടാമത് പോയി കുളിച്ചു. இரண்டாவது போய் குளித்திருப்பான். മൂന്നാമത് പോയി കുളിച്ചു. അടുത്തും പോയി കുളിത്തിരുപ്പാൻ. സഹോദരി പറഞ്ഞു മാറുന്നില്ല. സഹോദരി சொன்னா வாசனை போகவில்லை. അപ്പോഴാ കുറേനക്കാരനായ ശീമോൻ പറഞ്ഞു, அப்பதான் அவன் சொல்லி இருப்பான், എനിക്ക് അറിയത്തില്ല എന്റെ സഹോദരി, எனக்கு தெரியாத சகோதரி, ഒരുവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. ஒரு மனிதனை சிலுவையில் அறைய கொண்டு போனார்கள். അവന്റെ ശരീരത്തിലെ രക്തമാ എന്റെ ശരീരത്തിൽ ഒഴുകിയത്. அவருடைய இரத்தம் தான் என் மேல பட்டது. ഈ രക്തം എത്ര ലൈബോയ് ഒഴിച്ചാലും മാറത്തില്ല. இந்த இரத்தத்தின் வல்லமை எவ்வளவு சோப்பு போட்டாலும் மாறாது. കരം ഉയർത്തി പറ. കരങ്ങളെ ഉയർത്തി சொல்லுங்க, യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം കുറേനക്കാരനായ ശീമോന്റെ വീട്ടിലെത്തിയപ്പോ സിരേന ഊരാനായ ശീമോന്റെ അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, അവന്റെ പിള്ളകൾ ആശീർവദിക്കപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ പറയണ എന്റെ ദൈവത്തിന്റെ വചനത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുക. இன்னைக்கு பகல்ல சொல்ல வேண்டும், நான் தேவ வசனத்தின் வல்லமையால் തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. എന്റെ പിള്ളകൾ ആശീർവദിക്കപ്പെടുവാர்கள். സൗജന്യമായ രക്തം ഇന്ന് പകൽ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇലവസമായ அந்த രക്തം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രക്തത്തെ ആര് റിസീവ് ചെയ്യും? இன்னைக்கு யார் இந்த രക്തത്തെ ഏറ്റുകൊള്ളുகிறது? ആര് റിസീവ് ചെയ്യും? யார் இந்த രക്തത്തെ ഏറ്റുകൊള്ളുவது? പകൽ ആരെങ്കിലും വിളിച്ചു പറയാൻ തയ്യാറുണ്ടോ? யாராவது வாயை திறந்து சொல்ல വിശ്വാസമുണ്ടോ? ശീമോന്റെ കഴുത്തിലേക്ക് വീണ രക്തം ഇന്ന് പകൽ ഗിലെയാദ് കൺവെൻഷനിൽ ഇറങ്ങി വരാൻ ആരെങ്കിലും വാഞ്ചിക്കുന്നെങ്കിൽ, ഇന്ന് പവർ ദ ബ്ലഡ് ഓഫ് ദ ജീസസ്. ആമേൻ. സിരേന ഊരാനായ ശീമോന്റെ മേലെ പാய்ந்த രക്തത്തിൻ വല്ലമയെ നിങ്ങൾ വാഞ്ചിത്താൽ இன்னைக்கு പകലിൽ அந்த தேவ രക്തത്തിൻ വല്ലമ இன்னைக்கு வெளிப்படும். ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ഉലകത്തിൻ പാപത്തെ ചുമந்து തീർக்கிற ദേവാട്ടുകുട്ടി. ക്രൂശീകരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, സിലുവയോട് முடிந்து போகிறதல்ல. ക്രൂശീകരണത്തിന്റെ പരിണത ഫലം. ആമേൻ. സിലുവയിനാൽ ഉണ്ടാകുற பலன்கள். ഒന്ന്, രണ്ട് രാജാക്കന്മാർ ഐക്യമത്യപ്പെട്ടു. இன்னொன்று രണ്ട് രാജാക്കൾ സ്നേഹിതരാനാണ്. കുറേനക്കാരനായ ശീമോൻ, இன்னொன்று സിരേന ഊരാനായ ശീമോൻ. തലമുറകൾ ദൈവത്താൽ മാനിക്കപ്പെട്ടു. അവരുടെ പിള്ളകൾ ദേവനാല ഘനം பண்ணப்பட்டார்கள். അപ്പച്ചൻ മരിച്ചുപോയി. தகப்பன் மரித்து போனான். റോമിൽ കൺവെൻഷനാ പൗലോസ് പോയത് പാസ്റ്ററേ. ரோமில் நடந்த கன்வென்ஷன்ல பவுல் போகிறார். അപ്പോഴായി വല്യമ്മച്ച കണ്ടതാ റോമാലേഖനം വായിച്ചത്. அப்போதான் அந்த பாட்டியை அங்க ரோமில் வைத்து பார்க்கிறார். ഇന്ന് പകൽ കേൾക്കണം. இன்னைக்கு பகல்ல கேளுங்க, അപ്പച്ചൻ പോയാലും
ആമേൻ തകപ്പൻ പോനാലും ഗിലെയാദിൽ ഈ വചനത്തിന്റെ ക്രൂശ് ചുമന്ന മക്കളെ ഗിലെയാദിൽ കരമുയർത്തിയാട്ട് അപ്പച്ചന്മാർ പോയാലും അമ്മച്ചിമാർ പോയാലും വചനത്തിന്റെ ക്രൂശ് ചുമന്ന മക്കളെ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിയമത്തിന്റെ പെട്ടകവുമായി കർത്താവ് വന്നിട്ടുണ്ട്. രൂപോസിനെയും അലക്സാണ്ടറിനെയും അനുഗ്രഹിച്ചതുപോലെ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ ഇന്ന് പകൽ സർവവല്ലഭൻ വന്നിട്ടുണ്ട്. വസനത്തിൻ സിലുവയെ സുമർന്ന ദേവപിള്ളകളെ ആശീർവദിക്കുമ്പടിയായി അലക്സാണ്ടറെയും രൂപയും ആശീർവദിത്തതുപോലെ அந்த ஆசீர்வதிக்கிற கரம் நம்முடைய மத்தியில இறங்கி வந்திருக்கிறது. பாவத்தின் பரிகாரத்திற்கு வேண்டி பாவத்தின் பரிகாரத்திற்காய் നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടു. நம்முடைய பஸ்கா பலியாகப்பட்டிருக்கிறார். കൽവരിയിൽ എന്താ നടന്നത്? കൽവാരിയിലെ നടന്നത് என்ன? രണ്ട് കള്ളന്മാർ, രണ്ട് കള്ളர்கள் അവർ എഴുതി വെച്ചു. ഹേരോദാവും പീലാത്തോസും കൂടെ. பிலாத்தும் ஏரோதும் எழுதி வைத்திருப்பார்கள். യഹൂദന്മാരുടെ രാജാവ്, இதோ இவர் யூதருக்கு ராஜா. എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുന്നു. நான் பிரசங்கத்தை முடிக்க போகிறேன். ആര് നിത്യതയിൽ പോകും? யார் நித்திய ராஜ்யத்தில் போகிறது? രണ്ട് കള്ളന്മാർ ഇതെല്ലാം കണ്ടു. രണ്ട് கள்ளர்கள் இதெல்லாம் பார்க்கறாங்க. യഹൂദ പരിസകൾ വിളിക്കുന്നു. ஆமென். பரிசேயர்கள் சொல்லுகிறார்கள், നീ തന്നെ താഴേക്ക് ഇറങ്ങി വാ. நீயே கீழே இறங்கி வா. യേശു പ്രാണനെ വിടുന്നതിന് മുമ്പ് യേശു ജീവനെ വിടുகிறதற்கு முன்னால் ഒരു കള്ളൻ പറഞ്ഞു, ஒரு கள்ளன் சொல்லுகிறான், നീ ആദ്യം ഇറങ്ങ്, முதலாவது நீர் இறங்கும், പിന്നെ ഞങ്ങളെ ഇറക്കാൻ പറഞ്ഞു. பின்பு எங்களையும் ரட்சியும். മറ്റേ കള്ളൻ പറഞ്ഞു, இன்னொரு கள்ளன் சொன்னான், നീ മിണ്ടരുത്. நீ வாயை திறக்க கூடாது. 5 കോടതികൾ, 5 நீதிமன்றங்கள், 7 പ്രാവശ്യം 7 முறைகள் മാറി മാറി വിസ്തരിച്ചു. மாறி மாறி விசாரித்து അവനിൽ യാതൊരു കുറ്റവുമില്ല. அவரிடத்துல ஒரு குற்றமும் இல்ல. നമ്മൾ സ്വാഭാവികമായി ശിക്ഷ കുറ്റത്തിന് അനുഭവിക്കുന്നു. நாம் செய்த குற்றத்திற்காக தண்டனை அனுபவிக்கிறோம். ആ സമയം அந்த நேரத்துல ഈ കള്ളൻ പറഞ്ഞു, இந்த கள்ளன் சொன்னான், അപ്പോഴാണ് അവന്റെ അകക്കണ്ണ് തുറന്നത്. அப்பொழுது அவன் மனக்கண்கள் திறக்கப்பட்டது. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. அவன் சொன்ன காரியம் உண்டு. ഇവൻ സാക്ഷാൽ രാജാവാ. இவர் உண்மையிலேயே ராஜாதான். ഇവൻ രാജ്യത്വം പ്രാപിച്ച് இவர் ராஜ்யத்தை பெற்று മടങ്ങി വരുമ്പോൾ திரும்பி வரும்போது പാപിയായ എന്നെയും ഓർക്കണമേ. பாவியாகிய என்னையும் நினைத்தருள வேண்டும். 4 കാര്യം കള്ളൻ പറഞ്ഞു. 4 காரியத்தை கள்ளன் சொன்னான். അവൻ ഒന്ന് അനുതപിച്ചു. முதலாவது அவன் மனஸ்தாபப்பட்டான், ഞാനൊരു കള്ളൻ. நான் ஒரு கள்ளன். 2 2 അവൻ യേശുവിന്റെ മുഖത്ത് നോക്കി. அவன் இயேசுவின் முகத்தை பார்த்தான். ഇന്ന് സൺഡേയിൽ ഒരിക്കൽ കൂടി இந்த ஞாயிற்றுக்கிழமை ஒரு முறை கூட അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. அவரை நோக்கி பார்த்தவர்கள் பிரகாசம் அடைந்தார்கள். അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. அவர்கள் முகங்கள் வெட்கப்படவில்லை. അവന് വേണ്ടി സ്വർഗം തുറന്നു. அவனுக்காய் பரலோகம் திறக்கப்பட்டது. ഇനി മധ്യാകാശത്തിലല്ല, இனி மத்தியவானில் அல்ல. അപ്പോൾ യേശു പറഞ്ഞു, அப்போது இயேசு சொன்னார், ഇന്ന് നീ இன்றைக்கு நீ എന്നോട് കൂടെ என்னோடு கூட പർദീസയിൽ. பரதீசில் இருப்பாய். ആരോടെങ്കിലും ചോദിച്ചോ? யாரிடத்திலயாவது கேட்டாரா? പെന്തിക്കോസ്തുകാരുടെ ചോദിച്ചോ, ഗിലെയാദിൽ പേരുണ്ടോ? ஆமன் கீலேயாத்துல பேர் இருக்கிறதா என்று நம்மிடத்துல கேட்டார். സെൻട്രൽ പാസ് ഒപ്പിട്ടോ? சென்டர் பாஸ் சைன் போட்டு இருக்கிறாரா? കൗൺസിൽ പാസ്സാക്കിയോ? கவுன்சில் இத பாஸ் பண்ணாங்களா? പള്ളിക്ക് പണം കൊടുത്തോ? இவன் ஆலயத்துக்கு பணம் கொடுத்தானா? സ്വർഗം പറഞ്ഞു. தேவன் சொன்னார், അനുതപിച്ച് மனஸ்தாபப்பட்டு അവന്റെ മുഖത്തേക്ക് നോക്കി. அவருடைய முகத்தை நோக்கி பார்த்து, രാജാവായി അവൻ വരാൻ പോകുന്നെന്ന്. ராஜாவாய் அவர் வரப்போகிறார் என்று കണ്ണ് തുറന്ന കള്ളനോട് പറഞ്ഞ് மனக்கண்கள் திறக்கப்பட்ட கள்ளனிடத்துல சொன்னார், നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. இன்றைக்கு நீ என்னோடு கூட பரதீசில் இருப்பாய். സെക്കൻഡുകൾ കൊണ്ട് അവനെ നിത്യതയിലേക്ക് കൊണ്ടുപോയി. அவன் சில நொடிகளுக்குள்ளாய் அவனை நித்தியத்துக்குள்ள கொண்டு போனார். വേറൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. இன்னொருவன் இருந்தான். 3.5 വർഷം 3.5 ஆண்டுகள் യേശുവിന്റെ കൂടെ നടന്നു. இயேசுவோடு கூட நடந்தவன். ആരാ അവന്റെ തോട്ടവിടാ? அவனுடைய பேரன், அவனுடைய பார்வை எங்க? അവന്റെ യൂദാ. அவனுடைய பேர் யூதாஸ். ആ പണ്ട് ഏലീശയുടെ കൂടെ നടന്ന ഗേഹസിയുടെ സ്വഭാവമായിരുന്നു. எலிசாவிடத்தில் இருந்த கேயாசியுடைய சுபாவம். അവൻ അമേരിക്കൻ ഡോളർ, സ്വോത്ര കാഴ്ച, കോട്ട്, സൂട്ട്, ഇതായിരുന്നു അവന്റെ നോട്ടം. அவனுக்கு விருப்பம் எல்லாமே பணம், கோட்டு, சூட் அதுதான். യൂദായ്ക്ക് എത്ര അവസരം സ്വർഗം കൊടുത്തു? யூதாவுக்கு ஆண்டவர் எத்தனையோ வாய்ப்பு கொடுத்தார். 5 അവസരം കൊടുത്തു. 5 முறை. എന്നോട് കൂടെ, என்னோடு கூட പന്തിയിലിരിക്കുന്നവൻ, பந்தியில் இருக்கிறவன், എന്നോട് കൂടെ என்னோடு கூட താലത്തിൽ കൈമുക്കുന്നവൻ, தாளத்துல கையிடுகிறவன், മനുഷ്യപുത്രനോട്, மனுஷகுமாரனோடு ചുംബനത്തെ കാണിച്ചു കൊടുക്കുന്നവൻ, முத்தத்தினால காண்பிக்கிறவன். ആ മനുഷ്യൻ அந்த மனிதன் ജനിക്കാതെ ഇരുന്നെങ്കിൽ பிறவாதிருந்திருந்தானால், 5ാമത്തത്, 5வது പിന്നെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ இவர்கள் செய்கிறது என்னதென்று தெரியாமல் இருக்கிறபடினால் ക്ഷമിക്കണമേ. இவர்களுக்கு மன்னியும். മനസ്സിലായില്ലേ ആർക്കും? புரிந்து கொண்டீங்களா? ആരും മിണ്ടുന്നില്ലല്ലേ? 5 അവസരം യൂദായ്ക്ക് ദൈവം 5 வாய்ப்புகளை கர்த்தர் யூதாசுக்கு கொடுத்தார். ചുംബനത്തിൽ കൂടി ഗതസമനയിൽ കാണിക്കുന്നവൻ, முதலாவது முத்தத்தின் மூலமாய் கெத்செமனேல காண்பிக்கிறவன், എന്നോട് കൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, என்னோடு கூட தாளத்துல கையிடுகிறவன், എന്നോട് കൂടെ പന്തിയിൽ ഇരിക്കുന്നവൻ, என்னோடு கூட அப்பம் புசிக்கிறவன். യൂദായുടെ മുഖം നോക്കി ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ, யூதாவுடைய முகத்தை பார்த்து அந்த மனிதன் பிறவாதிருந்தானால், കാൽവറിയിലെ
7 മൊഴികൾ കൊടുക്കുമ്പോൾ கல்வாரியில 7 வார்த்தைகளை சொல்லும்போது ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ இவர்கள் செய்கிறது என்னதென்று தெரியாமல் இருக்கிறபடினால் ക്ഷമിക്കണമേ. இவர்களுக்கு மன்னியும் ஆண்டவரே. പുരോഹിതന്മാരിൽ നിന്ന് മേടിച്ച ஆசாரியர்களிடத்தில் இருந்து வாங்கின 30 വെള്ളിക്കാശ് 30 வெள்ளிக்காசை കാൽവറി കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് கல்வாரியில் அவன் கொண்டு போய் திரும்ப எறிந்து விட்டு ഓ ഹല്ലേലൂയ കെട്ടിപ്പിടിച്ച് പറയണമായിരുന്നു, அவன் கல்வாரி சிலுவையில போய் சொல்லி இருக்க வேண்டும், യേശുവേ നിന്നോട് സ്വർഗ്ഗത്തോട് ഞാൻ പാപം ചെയ്തെന്ന് പറഞ്ഞാൽ உமக்கு விரோதமாய் பரத்துக்கு விரோதமாய் பாவம் செய்தேன் என்று சொல்லி இருந்தால் അവന്റെ മുമ്പിൽ മരണം ഒഴിവായേനെ. அவனுக்கு முன்னால மரணம் நீங்கி இருக்கும். യൂദാ എന്ത് ചെയ്തു പാസ്റ്റർ? ஆனா யூதா என்ன செய்தான்? ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുകയാ. நான் பிரசங்கத்தை முடிக்க போகிறேன். എന്താ ചെയ്തത്? அவன் செய்தது என்ன? പള്ളി പ്രമാണിമാരുടെ മുൻപിലേക്ക് അവൻ ഈ പണം കൊടുത്തു. ஆலய பிரமாணிகளுக்கு முன்னால பணத்தை போட்டான். കുശവന്റെ നിലം, குயவனுடைய நிலம், അവിടെ ഒരു മരത്തിനകത്ത് കയറി அங்கே ஒரு மரத்தில போய் ஏறி എന്താ ചെയ്തത്? என்ன செய்தான்? അവൻ കെട്ടി തൂങ്ങി. அவன் தூக்கிலிட்டு ഈ മരത്തിന്റെ ചില്ല പൊട്ടിയോ, அவனுடைய அந்த கொம்பு ஒடிந்தோ, അതോ കയറിന്റെ ബലക്കുറവോ, ஏதோ கயிறு கட்டு ஏதோ ஒரு நடந்தது, അവന്റെ തല താഴേക്ക് പതിച്ചു, அவனுடைய தலை கீழாக விழுந்தது, കുടൽമാല ചിതറി, அவனுடைய குடல்கள் சரிந்து போனது, അവൻ വഴിയിൽ വെച്ച് പട്ടുപോയി. அவன் வழியிலேயே விழுந்து போனான். ഇന്ന് പകൽ വചനം കേൾക്കുന്ന മാതാവേ പിതാവേ, வசனத்தை கேட்கிற தாயே தகப்பனே, 3.5 വർഷം കൂടെ ഇരുന്ന് 3.5 ஆண்டுகள் கூட இருந்து അത്ഭുതം ചെയ്ത് அற்புதம் செய்து അതിശയം കണ്ട് அதிசயம் பார்த்து വിടുതൽ കണ്ട് விடுதலையை கண்டு കാൽവറി യാഗം കണ്ട് கல்வாரி பலியை பார்த்த യൂദ അവസരം നഷ്ടപ്പെടുത്തി. யூதா அந்த வாய்ப்பை இழந்து விட்டான். അവൻ പച്ചയ്ക്ക് കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു. அவன் தற்கொலை செய்து கொண்டான். എന്നാൽ കാൽവറിയിലെ കല്ല് ஆனால் கல்வாரியில അവന്റെ பக்கத்தில் அறையப்பட்ட പാപത്തെ கல்லன் ഏറ്റു പറഞ്ഞപ്പോ அவனுடைய பாவத்தை அறிக்கையிட்ட போது അവനൊരു പർദീസ ലഭിച്ചു. அவனுக்கு ஒரு பரதீஸ் கிடைத்தது. സ്വർഗീയ പർദീസയും ഒരുക്കി നാഥൻ വരാറായി. பரலோகத்தின் பரதீஸ் ஆயத்தம் பண்ணி கர்த்தர் வர போகிறார். സങ്കീർത്തനം 2-ാം അധ്യായം இரண்டாவது சங்கீதத்திலே വഴിയിൽ വെച്ച് வழியிலே നശിച്ചു പോകാതിരിപ്പാൻ அழியாதபடிக்கு പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പി. குமாரனாகிய கிறிஸ்துவை முத்தம் എത്ര ചെയ്യുங்கள். പേർക്ക് ഇന്ന് സന്തോഷമുണ്ട്? எத்தனை பேருக்கு இன்னைக்கு சந்தோஷம்? കാൽവരിയുടെ ക്രൂശീകരണം എന്തെല്ലാം തന്നു? கல்வாரி சிலுவை என்னெல்லாம் தந்தது? നിങ്ങളെ പഠിപ്പിച്ചു, உங்களை கற்றுக் கொடுத்தேன். ശക്തീകരിക്കുന്ന ഒരു ദൈവം, பலப்படுத்துகிற ஒரு தேவன், സഹായിക്കുന്ന ഒരു ദൈവം, உதவி செய்கிற ஒரு தேவன், അന്തിമ നിമിഷത്തിൽ അവന്റെ നീതിയുടെ വലങ്കൈ നിന്നെ താങ്ങുന്ന ദൈവം, கடைசி நேரத்துல நீதியின் வலதுகரத்தினால் தாங்குகிற தேவன், രാജാക്കന്മാരെ ഒരുമിപ്പിച്ച സ്വർഗത്തിലെ ദൈവം, ராஜாக்களை சேர்த்த பரலோகத்தின் தேவன், ക്രൂശ് ചുമന്നവന്റെ തലമുറകളെ അനുഗ്രഹിച്ച ദൈവം, சிலுவை சுமந்தனுடைய பிள்ளைகளை ആശീർവദിத்த தேவன், അന്ത്യ നിമിഷത്തിങ്കൽ கடைசி நிமிஷத்தில் പ്രാണനെ വിടുന്നതിന് മുമ്പ് ஜீவனை விடுகிறதற்கு முன்னால் ക്രൂശിലേക്ക് നോക്കിയ കള്ളന് சிலுவையில் நோக்கி பார்த்த கள்ளனை ഒരു പർദീസ കൊടുത്തെങ്കിൽ அவனுக்கு ஒரு பரதீசை கொடுத்தார் ഇന്ന് என்றால் പകൽ വിളിച്ചു പറ, இன்னைக்கு கூப்பிட்டு சொல்லுங்க, ഞാനൊരു പാപിയാ, நான் ஒரு பாவியா ഈ இருக்கிறேன், ഞായറാഴ്ച അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു, இந்த ஞாயிற்றுக்கிழமை உம்முடைய பாதத்துல வருகிறேன், അപ്പച്ച അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. அப்பா உம்முடைய இரத்தத்தினால் என்னை கழுவும் ஆண்டவரே. ആരിന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? யார் இன்னைக்கு ஜெபிக்க ஆயத்தமா കരമൊന്ന് இருக்கிறீங்க? ഉയർത്തിയാട്ടെ, கரங்களை உயர்த்துங்க, കരമൊന്ന് ഉയർത്തിയാട്ടെ. கரங்களை உயர்த்துங்க. ആരും എഴുന്നേൽക്കണ്ട. யாரும் எழும்ப வேண்டாம். ഇന്ന് പകൽ പറ, இன்னைக்கு பகல்ல சொல்ல ஆரம்பிங்க, കർത്താവേ ആ പുണ്യാക രക്തത്തിന്റെ ശക്തി கர்த்தாவே அந்த பரிசுத்த இரத்தத்தின் வல்லமை എന്റെ പാപത്തെ ഒന്ന് മാറ്റണമേ, என்னுடைய பாவத்தை மாற்ற வேண்டுமே, എന്റെ രോഗത്തെ മാറ്റണമേ, என்னுடைய வியாதியை மாற்ற എന്റെ வேண்டுமே, ശാപത്തെ മാറ്റണമേ. என்னுடைய சாபத்தை மாற்ற എന്റെ வேண்டுமே. കുടുംബത്തിലെ എല്ലാവരും യേശുവിനെ കാണുവാൻ ആ രക്തത്തിന്റെ ശക്തി ഗിലെയാദ് കൺവെൻഷനിൽ ഒഴുകട്ടെ. என்னுடைய குடும்பத்துல எல்லாரும் இயேசுவை காண இந்த கன்வென்ஷன் கூட்டத்தின் மூலமாய் அந்த இரத்தத்தின் வல்லமை வெளிப்படட்டும். പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കരമുയർത്തിയാട്ടെ. படிக்கிற பிள்ளைகள் கையை தூக்கி ஆராதிங்க. രൂപോസിനെ മിഷണറിയാക്കിയ ദൈവം, ரூபை மிஷனரி ஆக்கின தேவன், അലക്സാണ്ടറിനെ ഗവർണറാക്കിയ ദൈവം, அலெக்சாந்தரை ஆளுநராக்கின தேவன், ഇന്ന് പകൽ ആ രക്തം എന്റെ മേൽ വരട്ടെ. இன்னைக்கு பகல் அந்த இரத்தம் என் மேல ഓ வரட்டும். ഹല്ലേലൂയ, എന്റെ ബുദ്ധിയുടെ മണ്ഡലങ്ങൾ തുറക്കട്ടെ. ஆண்டவரே என்னுடைய அறிவு மண்டலங்கள் திறக்கட்டும். ഒരു പ്രാർത്ഥനാ വിഷയമായി ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ஒரு ஜெப காரியத்தோடு இந்த അദൃശ്യമായ രക്തത്തിന്റെ ശക്തി നിന്റെ മേൽ വീഴുന്നു. காணப்படாத இரத்தத்தின் வல்லமை உன் மேல ഇന്ന് പകൽ வெளிப்படுகிறது. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ஆமென். நீ ஆட்டுக்குட்டியாவுடைய இரத்தத்தில் கழுவப்பட்டாயோ? ഓ നിത്യതയ്ക്ക് വേണ്ടി എന്റെ യേശു വരാറായി. நித்தியராஜ்யத்திற்காக இயேசு வர போகிறார். അനുദിനം കഷ്ടത അനുഭവിക്കുമ്പോൾ நீ கஷ்டத்தை அனுபவிக்கும் போது ഇന്ന് പകൽ പറയണ ആ പുണ്യാക രക്തം എന്നെ കഴുകണമേ. நீ இன்னைக்கு சொல்ல வேண்டும், அந்த பரிசுத்த இரத்தம் என்னை கழுவ ഇതാ வேண்டும். ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. இதோ உலகத்தின் பாவத்தை சுமந்து தீர்க்கிற தேவ ஆட்டுக்குட்டி. ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. நான் முடிக்க போகிறேன். യേശു അന്തിമ താഴം
നടത്തുമ്പോൾ இயேசு கடைசி அந்த ராப்போஜனம் நடத்தும்போது നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. உங்கள் இருதயம் கலங்காதிருப்பதாக ദൈവത്തിൽ വിശ്വസിപ്പീൻ. தேவனிடத்தில் விசுவாசமாயிருங்கள். എന്നിലും വിശ്വസിപ്പീൻ. என்னிடத்திலேயும் விசுவாசமாயிருங்கள். എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. என் பிதாவின் வீட்டில் அநேக வாசஸ்தலங்கள் உண்டு. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ நான் உங்களுக்காய் ஒரு ஸ்தலத்தை ஆயத்தம் பண்ணி ഹല്ലേലൂയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് நான் இருக்கிற இடத்திலே പിന്നെയും மறுபடியும் നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. நீங்களும் இருக்கும்படி உங்களை சேர்த்துக் கொள்ளுவேன். വെള്ളിയാഴ്ച ഒരു ക്രൂശ് ഉണ്ടെങ്കിൽ ஆமென். வெள்ளிக்கிழமை ஒரு சிலுவை இருக்கும் என்றால் ഞായറാഴ്ച നമുക്കൊരു ഉയർപ്പുണ്ട്. ஞாயிற்றுக்கிழமை ஒரு உயிர்த்தெழுதலும் உண்டு. ക്രൂശിക്കപ്പെട്ട യേശു சிலுவையில் அறையப்பட்ட இயேசு ഇനി എന്തിനാ വരുന്നത്? இனி எதற்காக வருகிறார்? എബ്രായർ 9:27 எபிரேயர் 9:27 ഒരിക്കൽ മരിക്കുകയും ஒரே தரம் மரிப்பதும் പിന്നെ ന്യായവിധിയും. பின்பு நியாய தீர்ப்படைவதும். എബ്രായർ 9:28 ஆமென். எபிரேயர் 9:28 വീണ്ടും എഴുതിയിരിക്കുന്നു. மறுபடியும் எழுதப்பட்டிருக்கிறது. ഒരിക്കൽ ஒரு முறை പാപത്തിന്റെ പരിഹാരത്തിനായി பாவத்திற்கு பரிகாரத்திற்காக അവൻ അർപ്പിക്കപ്പെട്ടെങ്കിൽ அவர் அவன் ஒப்பு கொடுக்கப்பட்டார் ഇനി என்றால் പാപം കൂടാതെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. இனி பாவம் இல்லாமல் அவருக்காய் காத்திருக்கிறவர்களை சேர்த்துக் கொள்ள திரும்பவும் வெளிப்பட போகிறார். കരമൊന്ന് ഉയർത്തിയാട്ടെ. கரங்களை தூக்கி கர்த்தரை യേശു மகிமைப்படுத்தலாம். വരുമോ? இயேசு வருவாரா? തോട്ടത്തിന്റെ നടുവിൽ ഒരു അത്തിച്ചെടിയുണ്ട്. தோட்டத்தின் நடுவில் ஒரு அத்திச்செடி உண்டு. ദൈവാത്മാവ് എന്നോട് ക്രിയ ചെയ്യുകയാണ്. கர்த்தருடைய ஆவியானவர் என்னில் கிரியை செய்கிறார். ലൂക്കോസിന്റെ സുവിശേഷം 13 വരുമ്പോൾ വായിക്കണ്ട. நம்ம லூக்கா சுவிசேஷம் 13 வாசிக்கும் போது ഓ ഹല്ലേലൂയ സ്വർഗ്ഗം വരുന്നു. கர்த்தர் கடந்து வருகிறார். മുന്തിരി തോട്ടത്തിന്റെ നടുവിൽ ഒരു അത്തിച്ചെടി. திராட்சை தோட்டத்தின் நடுவில் ஒரு அத்திச்செடி. മുന്തിരി തോട്ടത്തിൽ അങ്ങനെ അത്തിച്ചെടി കാണത്തില്ല. திராட்சை தோட்டத்தின் நடுவில் அத்திச்செடி காணப்படுவதில்லை. തോട്ടത്തിന്റെ ഉടമസ്ഥൻ ചോദിക്കുന്നു. தோட்டத்தினுடைய உரிமையாளன் கேட்கிறான். കഴിഞ്ഞ 2 വർഷമായി கடந்த 2 வருடங்களாய் ഈ അത്തിക്കകത്ത് ഒരു ഫലവുമില്ല. இந்த அத்தியில எந்த கனியும் இல்லையே. ഇത് വെട്ടി തീക്കകത്തിട്ടേക്കട്ടെ. இதை அக்கினியில சுட்டெரிக்கப்பட கொடுக்கலாமோ? തോട്ടത്തെ പാർക്കുന്നവൻ സ്വർഗ്ഗത്തോട് പറയുന്നു. தோட்டத்தை கவனிக்கிற பண்படுத்துகிறவன் சொல்லுகிறான். കർത്താവേ ഒരു വർഷവും കൂടെ നിൽക്കട്ടെ. ஆண்டவனே ஒரு வருடம் கூட நிற்கட்டும். ഞാൻ കിളയ്ക്കാം. நான் இதை கொத்தி വളമിടാം. எரு போடுகிறேன். അടുത്ത വർഷം ഫലം കായ്ച്ചില്ലെങ്കിൽ அடுத்த வருடம் கனி கொடுக்கவில்லை என்றால் 2021 ഡിസംബറിൽ 2021 டிசம்பர் மாதத்தில் നമ്മളെ നിർത്തിയത് நம்மை நிறுத்தி இருக்கிறது ആരാ? யார் நிறுத்தி இருக்கிறது? സ്വർഗ്ഗത്തിലെ ദൈവം. பரலோகத்தின் தேவன் ഈ நிறுத்தி. കോവിഡ് കാലത്ത് இந்த கோவிட் நாட்களிலே എന്നേ നാം പട്ടുപോകാമായിരുന്നു. எப்போவே நாம் விழுந்து போயிருக்க ഒരു வேண்டும். വർഷവും കൂടെ കരുണ കാണിച്ചത് സർവശക്തൻ. ஒரு வருடம் கூட இரக்கம் காட்டினது தேவ கிருபை. ഇന്ന് പകൽ ആര് കൈ ഉയർത്തും? இன்னைக்கு பகல்ல யார் கை தூக்க முடியும்? ഞാൻ കർത്താവിന്റെ ഒരു നല്ല പൈതലായി, நான் கர்த்தருடைய ஒரு நல்ல தேவ பிள்ளை, ഫലം കായ്ക്കുന്ന ദൈവ நான் പൈതലായി கனி கொடுக்கிற தேவ பிள்ளை. ഈ അന്ത്യകാലത്ത് இந்த கடைசி நாட்களிலே യേശുവിന്റെ രക്ഷ പറയുവാൻ இயேசுவினுடைய ரட்சிப்பை சொல்லும்படியாய் എന്നെ ഒരു ആയുധമായി മാറ്റണമേ. என்னை ஒரு ஆயுதமாய் மாற்ற வேண்டுமே. അങ്ങയുടെ പരിശുദ്ധാത്മാഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. உம்முடைய பரிசுத்தாவின் நிறைவால் என்னை நிரப்ப வேண்டுமே. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. இதோ வாசலண்டையில் நின்று தட்டுகிறேன். ഞാൻ ലിയോ പാസ്റ്ററുമായിട്ട് സംസാരിക്കും. நாங்கள் சேர்ந்து நாங்கள் லியோ பாஸ்டரிடத்தில் பேசிக் கொள்வோம். കുറെ നേരം എന്റെ കൈ അദ്ദേഹത്തിന് നേരെ നീട്ടു. கொஞ்ச நேரம் என்னுடைய கையை அவருக்கு நேராய் நீட்டுவேன். അദ്ദേഹം തിരിച്ചൊരു റിപ്ലൈ തന്നില്ലെങ്കിൽ அவர் திரும்ப எனக்கு கை தரவில்லை என்றால் ഞാൻ എന്റെ കൈ പിൻവലിക്കും. நான் என்னுடைய கையை எடுத்துக் கொள்ளுவேன். കാൽവറി നിനക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ട്. கல்வாரி உனக்காய் உயர்த்தப்பட்டிருக்கிறது. സ്വർഗ്ഗത്തിന്റെ കരം നിനക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ஆமென். பரலோகத்தின் கரம் உனக்காய் நீட்டப்பட்டிருக்கிறது. ഇന്ന് പകൽ നീ യേശുവിനെ രക്ഷിതാവായി இன்னைக்கு സ്വീകരിക്കുക. பகல்ல நீ இயேசுவை இரட்சகராய் ஏற்றுக்கொள்ளு. യേശു വരാൻ കാലമായി. இயேசு வர காலமாய் യാഗം இருக்கிறது. കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർക്കുവാൻ, பலியினாலே என்னோட உடன்படிக்கை பண்ணின பரிசுத்தவான்களை சேர்க்க முடியாது. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വരാറായി. உலகத்தின் பாவத்தை சுமந்து தீர்க்கிற தேவ ஆட்டுக்குட்டி வர ഞാൻ போகிறார். അവസാനിപ്പിക്കുവാൻ പോകുന്നു. நான் முடிக்கிறேன். എത്ര പേർ ഇന്ന് വചനം കേട്ടു? எத்தனை பேர் வசனத்தை கேட்டிருக்கிறீங்க? ഗിലെയാദ് കൺവെൻഷനിൽ പറയണം, இந்த கன்வென்ஷன் கூட்டத்துல சொல்ல வேண்டும். എന്റെ ദുഃഖവേളകളിൽ என்னுடைய துக்கமான நேரங்களில் ശക്തീകരിക്കുന്ന ഒരു ദൈവം, என்னை பலப்படுத்துகிற ஒரு தேவன், എന്റെ ക്രൂശിക്കപ്പെട്ട അവസ്ഥകളിൽ சிலுவையில் அறையப்படுகிறது போல நிலைமைகளில் എന്നെ സഹായിക്കുന്ന ഒരു ദൈവം, எனக்கு உதவி செய்கிற ஒரு தேவன், എന്റെ പ്രാണൻ പോകുവോളം என்னுடைய ஜீவன் போகிறது ആ வரைக்கும் നീതിയുടെ വലങ്കരം എന്നെ താങ്ങും. அந்த நீதியின் வலதுகரம் என்னை ഈ தாங்கும். വചനങ്ങളാൽ இந்த வசனங்களால் സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. கர்த்தர் உங்களை ஆசீர்வதிப்பாராக. അത് മാത്രമല്ല, அது மட்டுமல்ல, സർവശക്തന്റെ കരം சர்வ வல்லவருடைய கரம் എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. எல்லாரையும் ஆசீர்வதிக்கட்டும். ക്രൂശിനെ പറ്റി ഒരു പാട്ട് പാടുവാൻ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. സിൽവായെ പറ്റി ഒരു പാട്ട് പാടി ഇന്ന് പകൽ. சிலுவையை பற்றி ஒரு பாடலை பாட தேவ பிள்ளைகள் முன்னாலே கடந்து வருவார்கள். അതിനുശേഷം നമ്മൾ ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ കൊടുക്കും. ഒരു അനിമയാന ക്രൂശിനെ വർണ്ണിക്കുന്ന ഒരു പാട്ട് കുഞ്ഞുങ്ങൾ തമിഴോ മലയാളം ഏതെങ്കിലും പാടട്ടെ. சிலுவையை வர்ணிக்கிற ஒரு பாடல் பாட்டு பின் ஆராதித்து விட்டு பின்பு நாம் பரிசளிப்புக்கு செல்லலாம். എന്താ നമുക്ക് ഉയർത്തുവാനുള്ളത്? ആ ക്രൂശ. நமக்கு உயர்த்த ஒன்றே ஒன்று உண்டு, அதுதான் சிலுவை. അതുതാൻ ക്രൂശ്. அதுதான் அந்த சிலுவை. കൊയറിനോട് ചേർന്ന് கொயரோடு சேர்ந்து ഒരു ക്രൂശിന്റെ ഗാനം. ஒரு சிலுவையின் பாடலை നാളെ பாடலாம். നമുക്ക് യോഗമില്ല. நாளைக்கு நமக்கு கூட்டம் இல்லை. ഇനി അടുത്ത വർഷം കർത്താവ് അനുവദിച്ച ഒരു കൺവെൻഷൻ ഉള്ളത്. கர்த்தர் அனுமதித்தால் அடுத்த வருடம் தான் ஒரு கன்வென்ஷன்
ഉണ്ട്. അതുകൊണ്ട് പാപിയായ എനിക്ക് വേണ്ടി, ஆகவே பாவியான எனக்காக, ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി, நான் செய்த பாவத்திற்காக അവന്റെ കരങ്ങൾ തകർക്കപ്പെട്ടു. அவருடைய கரங்கள் அவன் தகர்க்கப்பட்டது. ഞാൻ ചെയ്ത കാലിന്റെ നഷ്ടങ്ങൾക്ക് വേണ്ടി അവന്റെ കാൽ തകർക്കപ്പെട്ടു. நான் செய்த கால்கள் செய்த பாவத்திற்காக அவருடைய கால்கள் உடைக்கப்பட்டது. എന്റെ തലയും എന്റെ കണ്ണും മൂക്കും ചെയ്ത പാപത്തിന് പകരമായി 156 മുള്ളുകളുള്ള ഒരു കിരീടം അടിച്ചവർക്ക്, சிந்தனையும் என்னுடைய தலையும் செய்த பாவத்திற்காக 156 முள்ளுകളുள்ள கிரீடம் அடிக்கப்பட்டது. എനിക്ക് പുകഴാനൊന്നുമില്ല. எனக்கு புகழ வேற ஒன்றுமல்ல. അമ്മച്ചി നമ്മുടെ മേൽ ആ ക്രൂശ് ഉയർന്നിട്ടുണ്ട്. தாயே தகப்பனே நம்ம மேல அந்த சிலுவை உயர்த்தப்பட்டிருக்கிறது. ഇന്ന് പകൽ വിളിച്ചു പറയണം, இன்னைக்கு பகல்ல கூப்பிட்டு சொல்லுங்க, തകർക്കപ്പെട്ട കരം, ஆமென், ஆமென், நமக்காய் தகர்க்கப்பட்ட கரம் എന്നെ ഇന്ന് പകലൊന്ന് ആശീർവദിക്കണം. என்னை இன்னைக்கு பகல்ல ஆசீர்வதிக்க வேண்டுமே. മക്കളെ പാടിയാട്ട് ക്രൂശിനെ. ஹalleluya. சிலுவையின் நிழலில் அனுதினம் அடியார் சார்ந்திழை பாரிடுவே. சிலுவையின் நிழலில் அனுதினம் அடியார் சாய்ந்திழை பாரிடுவே. சிலுவையின் அன்பின் மறைவில் கிருபையின் இனிய நிழலில், சிலுவையின் அன்பின் மறைவில் கிருபையின் இனிய நிழலில், ஆத்துமனேஸ்வரின் அருகில், ஆத்துமனேஸ்வரின் அருகில் அடைகிறேன் ஆறுதல் மனதில், அடைகிறேன் ஆறுதல் மனதில். சிலுவையின் நிழலில் அனுதினம் அடியார் சாய்ந்திடை பார்